പി വി അൻവർ നിറം മാറുന്നതുപോലെ ഒരുപക്ഷെ ഓന്തിന് പോലും നിറം മാറാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ പുതിയ വാർത്ത എല്ലാവരും കേട്ട് കാണുമല്ലോ. അണ്ണൻ ഇനി ചർച്ച നടത്താത്ത പാർട്ടിയില്ല. DMK പടിയടിച്ച് പിണ്ടം വെച്ചു. സ്റ്റാലിൻ്റെ അടുത്ത് ചെന്ന് പിണറായി വിജയൻ്റെ കുറ്റം പറഞ്ഞ് പിണറായി വിജയൻ സർക്കാരിനെ താഴെ ഇറക്കാൻ എൻ്റെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നീട് നമ്മൾ കണ്ടത് സ്റ്റാലിൻ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് ചവിട്ടി പുറത്താക്കുന്ന കാഴ്ചയാണ്. നാണം കെടുമല്ലോ എന്ന് വിചാരിച്ച് തമിഴ്നാട്ടിൽ നിന്ന് മേടിച്ച DMKയുടെ ഷോളുമിട്ട് ഈ വഴി കറങ്ങി നടന്നപ്പോൾ കേരള DMK ഘടകം, അതായത് ഔദ്യോഗിക ഘടകം പറഞ്ഞു, മോനെ ഇമ്മാതിരി നമ്പർ കാണിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ തല്ല് മേടിക്കും കേട്ടോ എന്ന്. അങ്ങനെ PV അൻവറിന് DMK കേരള ഘടകത്തിൻ്റെ കയ്യിൽ നിന്ന് തല്ല് കിട്ടുമെന്ന കാര്യത്തിൽ ഉറപ്പായപ്പോൾ, അണ്ണൻ പല കയ്യിൽ നിന്ന് തല്ല് കിട്ടുമെന്ന കാര്യത്തിൽ ഉറപ്പായപ്പോൾ അണ്ണൻ പല പാർട്ടിയിലും കയറിപ്പറ്റാനുള്ള ശ്രമം നടത്തുകയാണ്. UDFിലേക്ക് കയറിപ്പറ്റാൻ വലിയൊരു ശ്രമം നടത്തി നോക്കി. അതായത് പാലക്കാടിൽ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു, ചേലക്കരയിൽ രമ്യ ഹരിദാസിനെ ജയിപ്പിക്കാൻ ശ്രമം നടത്തിയുമൊക്കെ വലിയ രീതിയിലുള്ള ഗീർവാണങ്ങൾ അടിച്ചെങ്കിലും ഒന്നും അങ്ങോട്ട് ഒത്തില്ല. പാലക്കാടിൽ നടത്തിയ റോഡ് ഷോ 8 നിലയിൽ മൂഞ്ചിയ കാഴ്ച നമ്മൾ കണ്ടു. ജൂനിയർ ആർട്ടിസ്റ്റുകളെ നിരത്തിയാണ് കോൺഗ്രസിനെ സോപ്പിടാൻ ഒരു ശ്രമം നടത്തിയത്. ഇപ്പോൾ KPCC നേതൃത്വവുമായി ഒരു ചർച്ച നടത്തിയെന്ന വാർത്ത കേൾക്കുന്നു. ആ വാർത്ത ശരിയാണോ എന്നറിയാൻ വേണ്ടി VD സതീശനോട് ചോദിക്കുമ്പോൾ VD സതീശൻ പറയുന്നു, ഒരു ചർച്ചയുമില്ല, പുള്ളിയുമായിട്ട് യാതൊരു ചർച്ച നടത്തുകയുമില്ല എന്ന് പറയുന്നു. PV അൻവർ KPCC നേതൃത്വമായിട്ട് ചർച്ച നടത്തുന്നുള്ള ചില വാർത്തകൾ പുറത്തു. ഞാനാണ് UDF ചെയർമാൻ, എനിക്കറിയില്ല. അല്ലല്ല, UDF-ആയിട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല, ഒരു ചർച്ചയും നടത്തുന്ന പ്രശ്നമില്ല, ഇപ്പോൾ ഒരു ചർച്ചയില്ല. എന്നാൽ PV അൻവർ ആകട്ടെ ലീഗിൻ്റെ ഓഫീസും കോൺഗ്രസിൻ്റെ ഓഫീസും ഒക്കെ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്നുമുണ്ട്. തൃണമൂൽ കോൺഗ്രസുമായും സമാജ്വാദി പാർട്ടിയുമായും BSPയുമായും ഒക്കെ ചർച്ച നടത്തി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ദേശീയ കക്ഷികളുമായും ഞാൻ ചർച്ച നടത്തിയിട്ടുണ്ട്. ഞാൻ പറയുന്ന ഡിമാൻഡുകൾ ആരാണോ അംഗീകരിക്കുന്നത് അതിൽ ഞാൻ കയറും എന്നൊക്കെ തള്ളാണ് പടച്ചുവിടുന്നത്. എന്നെ ആരെങ്കിലും ഒന്ന് എടുക്കണേ എന്നാണ് സത്യത്തിൽ PV അൻവർ കരഞ്ഞുകൊണ്ട് അപേക്ഷിക്കുന്നത്. രണ്ടാമത് LDFിലേക്ക് ഇനി കയറാൻ പറ്റില്ല എന്ന് നന്നായി തന്നെ അൻവറിന് മനസ്സിലായി. സർക്കാർ വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചും സർക്കാരിനെതിരെ ഇല്ലാത്ത വ്യാജ പ്രചരണങ്ങൾ നടത്തിയും സർക്കാരിൻ്റെ മുഖം വികൃതമാക്കാൻ വേണ്ടി പ്രതിപക്ഷത്തിൻ്റെ കോടാലിയായി പ്രവർത്തിച്ച PV അൻവറിനെ LDF ചവിട്ടി പുറത്താക്കിയ പിന്നെ ഒരു പട്ടിയുടെ വില പോലും സഖാക്കൾ പോലും കൊടുക്കാത്തത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. മാത്രവുമല്ല, അൻവറിനൊപ്പം സഖാക്കൾ കൂടെ വരും എന്നൊക്കെയാണ് അൻവർ കരുതിയത്. സഖാക്കൾ പാർട്ടി തള്ളി പറഞ്ഞതോടുകൂടി തന്നെ ഈ തുരപ്പനെ കൈവിട്ടു. ഇപ്പോൾ വല്ലാത്ത മോങ്ങലാണ്. ദേശീയ കക്ഷികളുമായിട്ട് അലയൻസ് ഉണ്ടാവാം, ചിലപ്പോൾ മർജിങ് ഉണ്ടാവാം. ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പ്രപ്പോസൽസ് അത് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു റെസ്പോൺസ് ഈ പറയുന്ന പാർട്ടികളിൽ നിന്നുണ്ടായാൽ ഈ പറയുന്നതൊക്കെ നടക്കും. അത് നടന്നില്ലെങ്കിൽ DMK ഞങ്ങൾ കേരളത്തിൽ പൊളിറ്റിക്കൽ പാർട്ടിയായി രജിസ്റ്റർ ചെയ്തിട്ട് ഒരു സ്റ്റേറ്റ് പാർട്ടിയായിട്ട് മുന്നോട്ട് പോകും. രജിസ്ട്രേഷൻ അവസാനമായിട്ട് ഒരു കരുതുന്ന ഒരു കാര്യമാണ്. അതിന് മുമ്പ് ഒരു പക്ഷേ ലയം ഉണ്ടായേക്കാം, അത് തന്നെയാണ് പ്രഥമ പരിഗണന നൽകുന്നത്. അല്ല, അങ്ങനെയൊന്നുമില്ല, പ്രഥമ പരിഗണനയൊന്നുമില്ല. വിച്ച് ഈസ് പ്രാക്ടിക്കൽ. നമ്മൾ ഇപ്പോൾ ഒരു ദേശീയ പാർട്ടിയുമായി ഒരു അലയൻസോ മർജിങ്ങോ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഗുണം കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടേണ്ടതുണ്ട്. അതിൻ്റെ ഗുണം ഈ DMK പ്രവർത്തകർക്ക് കിട്ടേണ്ടതുണ്ട്. ആ ഞങ്ങൾ നൽകിയിരിക്കുന്ന പ്രപ്പോസലിൽ ആരാണ് ദോസ് ഹു ആർ ഗിവിങ് ബെറ്റർ ഓപ്ഷൻ, ആ ബെറ്റർ ഓപ്ഷൻ ഞങ്ങൾ ഗുണകരമാവും എന്ന് തോന്നുകയാണെങ്കിൽ അതിനെപ്പറ്റി ആലോചിക്കും. ഇപ്പോൾ ആർക്കും വേണ്ടാത്ത അവസ്ഥയാണ്. PV അൻവറിൻ്റെ ഇപ്പോഴത്തെ നിലപാടും സ്റ്റാൻഡും രാവിലെ ഒന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് മറ്റൊന്നാണ്, വൈകുന്നേരം വേറൊന്ന്, രാത്രി അത് കഴിഞ്ഞാൽ വേറൊന്ന്. അങ്ങനെ നിരന്തരം നിലപാടുകൾ മാറ്റി മാറ്റി അണ്ണൻ ഒരു പ്രത്യേക രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തകനായി മാറുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. UDF ആട്ടി ഇറക്കി വിടുമ്പോഴും UDFിനെ നോക്കി ഒരു നാണവുമില്ലാതെ അൻവർ വീണ്ടും പ്ലീസ് എന്നെ എടുക്കൂ എന്ന് വ്യത്യസ്തമായ രീതിയിൽ മോങ്ങുകയാണ്. എന്നെ എടുത്താൽ LDF ഭരിക്കുന്ന പല പഞ്ചായത്തുകളും ഞാനിപ്പോൾ മലമറയ്ക്കും എന്നാണ് പറയുന്നത്. 20,000 വോട്ടുകൾ ചേലക്കരയിൽ പിടിച്ചുകൊണ്ട് UR പ്രദീപിനെ ഇപ്പോൾ തോപ്പിക്കും എന്ന് പറഞ്ഞ് ഇറങ്ങിയ PV അൻവറിൻ്റെ സ്ഥാനാർത്ഥിയായ സുധീറിന് കിട്ടിയത് ആകെ 4,000 വോട്ടാണ്.
ആ PV അൻവറാണ് ഇപ്പോൾ ഇമ്മാതിരി ഗീർവാണമടിച്ച് നടക്കുന്നത്. അൻവറിൻ്റെ തള്ളലൊക്കെ കേൾക്കുമ്പോൾ കിഴക്കമ്പലത്തെ ജെട്ടി സാബുവിനെയാണ് ഓർമ്മ വരുന്നത്. 4 MLA മാരെ വെച്ച് ഞാൻ സർക്കാരുണ്ടാക്കുമെന്നും കേരളം പിടിക്കുമെന്നുമൊക്കെ അന്ന് പറഞ്ഞ അന്നടിച്ച ആ ഗീർവാണമാണ് സത്യത്തിൽ അൻവറിൻ്റെ സംസാരം കേൾക്കുമ്പോൾ ഓർമ്മ വന്നു പോകുന്നത്. ജെട്ടി സാബുവിന് എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ നിലമ്പൂർ ജെട്ടിക്കും ഇതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും PV അൻവർ ഒരിടക്കാലത്തിന് ശേഷം വീണ്ടും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ സന്തോഷ് പണ്ഡിറ്റായി പണി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ കേരള രാഷ്ട്രീയത്തിലെ സന്തോഷ് പണ്ഡിറ്റായി നമ്മുടെ PV അൻവർ മാധ്യമങ്ങൾക്ക് റേറ്റിംഗ് ഉയർത്താനുള്ള ഒരുപാട് ഘടകങ്ങൾ ഒപ്പിച്ചു കൊടുക്കുമെങ്കിലും ഇനി രാഷ്ട്രീയത്തിൽ ക്ലച്ച് പിടിക്കുമെന്ന് തോന്നുന്നില്ല. നിലമ്പൂരിൽ UDFൻ്റെ ഒരു പിന്തുണ കിട്ടാൻ വേണ്ടി പഠിച്ച പണി 18 നോക്കിക്കൊണ്ടിരിക്കുകയാണ് മൂപ്പര്. ഇക്കുറി സഖാക്കളെല്ലാവരും കൂടി തോറ്റ് തൊപ്പിയിടിപ്പിച്ച് പുത്തൻ വീട്ടിൽ കൊണ്ടുപോയി ഇരുത്തുമെന്ന് അൻവറിന് മനസ്സിലായിട്ടുണ്ട്. ലീഗിൻ്റെ ഓഫീസ് കയറിയിറങ്ങുമ്പോഴും ലീഗിൻ്റെ മനസ്സിൽ ആ സീറ്റ് ഇങ്ങ് തന്നിട്ട് നീ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്ക് എന്ന മനോഭാവമാണ്. അൻവർ ആകട്ടെ ആ സീറ്റ് എനിക്ക് വേണം, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന മനോഭാവവുമായാണ് ഓഫീസ് കയറിയിറങ്ങുന്നത്. എന്തായാലും UDFനെതിരെ നിരന്തരം പല രീതിയിലുള്ള പല ആക്ഷേപങ്ങൾ ഉയർത്തിയിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ചങ്ങാതിയെ കൂടെ പിടിച്ച് മുന്നോട്ട് പോയാൽ സ്വന്തം പ്രവർത്തകർ പോലും പിണങ്ങിപ്പോകുമെന്നാണ് UDF വിലയിരുത്തുന്നത്. അങ്ങനെ പോകാൻ ഒരിടമില്ലാത്ത ഒരു വല്ലാത്ത രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തകനായി മാറുകയാണ് PV അൻവർ. പല നിറത്തിലുള്ള ഷോളുകൾ ഇനി PV അൻവർ മേടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഏത് നേരത്താണ് എപ്പോഴാണ് പാർട്ടി മാറുന്നതെന്ന് പറയാൻ കഴിയില്ല. DMK ഒരു പാർട്ടിയായി രൂപീകരിക്കും, DMK മലമറയ്ക്കുമെന്ന് വിശ്വസിച്ച് കുറേ ആളുകൾ PV അൻവറിനൊപ്പം പോകുന്ന സാഹചര്യവുമുണ്ടായി. അവരൊക്കെ ഇപ്പോൾ അണ്ണാക്കിൽ പിരിവെട്ടി ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. പഴയതുപോലെ ഇപ്പോൾ അൻവറിനെ റിപ്പോർട്ടറിനും വേണ്ട, മനോരമയ്ക്കും വേണ്ട, മാതൃഭൂമിക്കും വേണ്ട. അൻവർ പറയുന്നത് കേൾക്കാൻ ആരും ഇല്ലാത്ത അവസ്ഥയുമായി. PC ജോർജിന് ഒരു വലിയ വെല്ലുവിളിയായി മാറുമോ എന്ന ഒരു അന്വേഷണത്തിലാണ് കേരള രാഷ്ട്രീയത്തിലെ നിരീക്ഷകർ പോലും. അമ്മാതിരി പല രീതിയിലുള്ള വർഗീയതയും തള്ളും ഗീർവാണവുമാണ് ഇപ്പോൾ PV അൻവർ അടിക്കുന്നത്. എന്തായാലും ഒരു മന്ത്രിസ്ഥാനം ഒപ്പിച്ചെടുക്കാൻ വേണ്ടി നടത്തിയ നീക്കമായിരുന്നു. ഇടതുപക്ഷം വഴങ്ങിയില്ല. അവസാനം ഇടതുപക്ഷത്തെ ഇപ്പോൾ താഴെയിറക്കാൻ കഴിയുമെന്നോർത്ത് ചില നുണകൾ പറഞ്ഞു. അവസാനം എല്ലാം തിരിച്ചടിച്ചപ്പോൾ PV അൻവർ ഇങ്ങനെയായി. ഇപ്പോൾ എന്താണ് PV അൻവറിൻ്റെ അവസ്ഥയെന്ന് ഞാനിനി പറയേണ്ട കാര്യമൊന്നുമില്ല. വന്ന് ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടാൽ പോലും സ്മൈലി അല്ലാതെ അദ്ദേഹത്തിന് ലൈക്കോ പിന്തുണയോ കിട്ടാത്ത ഒരവസ്ഥയായി. എന്തായാലും PV അൻവറിന് അടുത്ത തിരഞ്ഞെടുപ്പോട് കൂടി തന്നെ ആഫ്രിക്കയിൽ പോയി നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന പണി ഇനി തുടർച്ചയായി ചെയ്യാനുള്ള അവസരം നിലമ്പൂരിലെ ജനങ്ങൾ ഒരുക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല.